الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله تعالى عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أما بعد അൽഹംദുലില്ലാ വളരെ കാലമായി മനസ്സുകൊണ്ട് ആശിച്ചിരുന്ന ഒരു കാര്യമാണ് മലയാളി പണ്ഡിതന്മാർക്കും അഥവാ സുന്നി പണ്ഡിതന്മാർക്കും സുന്നികളായ സാധാരണ ജനങ്ങൾക്കും തബ്ലീഗ് ദഅവത്ത് എന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചും ദേവബന്ദ് ഉലമാഇന്റെ നിലപാടിനെ സംബന്ധിച്ചും ശരിയായ ഒരു വിശദീകരണം നൽകാൻ സാധിക്കണം, അഥവാ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം എന്നുള്ളത്. എന്നാൽ ഇന്ന് വരെയും ശാന്തമായ മനസ്സോടുകൂടി കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു സംവാദം അഥവാ പരസ്പര ആശയ വിനിമയം നടത്താനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. പലപ്പോഴും കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അവരെല്ലാവരും ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകളിൽ മുഴുകിക്കഴിയുന്നവരായിട്ട് അനുഭവപ്പെട്ടു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിവരിച്ചു കൊടുക്കുകയും അതിന്റെ ശരിയായ പശ്ചാത്തലം മനസ്സിലാക്കി കൊടുക്കുകയും കയ്യിലുണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അവർക്ക് കാണിച്ച് അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്തപ്പോൾ അവർ ഖേദിക്കുകയും ഇത്തരത്തിലുള്ള പുണ്യമായ ഒരു പ്രവർത്തനത്തെയും ഈ രീതിയിലുള്ള മഹാമാരെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുകയും ചെയ്യുന്നതായിട്ട് അനുഭവത്തിൽ കാണാൻ സാധിച്ചു. എന്നാൽ ഈ രീതിയിലുള്ള ഒരു സമീപനം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. നമ്മുടെ ഇൽമിന്റെ സ്രോതസ് ഒന്നാണ്, നമ്മുടെ ഉസ്താദന്മാർ ഒന്നാണ്, നമ്മുടെ മശായിഖുകൾ ഒന്നാണ്, നമ്മുടെ ആശയം ഒന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ദഅവത്തിന്റെയും തബ്ലീഗിന്റെയും പ്രചാരകന്മാരായി തീരേണ്ടിയിരുന്നവർ അഥവാ ദേവബന്ദ് ഉലമാഇന്റെ ആശയ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവർ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തെ സഹകരിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അവർ തന്നെ ഇതിന്റെ ശത്രുക്കളായി മാറുകയും അതിനെതിരെ പ്രചരിപ്പിക്കുന്നവരായി തീരുകയും ചെയ്ത ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞാനൊരു അറിയപ്പെട്ട കേരളത്തിലെ ഒരു ഉലമാ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്. അഥവാ കോഴിക്കോട് ഖാലി കുടുംബത്തിൽ ഇന്ന് കോഴിക്കോട് ഖാലിയായ ജനാബ് നാലകത്ത് മുഹമ്മദ് കോയ സാഹിബ് അവരുടെ സഹോദരി പുത്രനാണ്. ദീനിയായ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടം കോഴിക്കോട് നിന്ന് തന്നെ കുഞ്ഞർമൂട്ട് മുസ്ലിയാർ അവറുകളിൽ നിന്നും കരസ്ഥമാക്കാനും ഇൽമ് നേടാനും ഉപരിപഠനത്തിനു വേണ്ടി ഡൽഹി നിസാമുദ്ദീനിലേക്ക് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം 1976 തബ്ലീഗ് പ്രവർത്തനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതിനെ അടുത്തറിയാനുമുള്ള ഒരു അവസരം അല്ലാഹു തന്നു. 40 ദിവസം ഒരു ജമാഅത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നാൽ ഈ 40 ദിവസക്കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ
പഠിപ്പിക്കുന്നതായോ പറയുന്നതായോ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല. അവരുടെ തഅലീമിലായാലും പ്രസംഗത്തിലായാലും മറ്റുള്ള അവരുടെ അമലുകളിലായാലും. മാത്രമല്ല, നമ്മൾ മദ്രസകളിൽ നിന്നും പഠിച്ച സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും കർമ്മങ്ങളുമെല്ലാം നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ സഹായകരമായ ഒന്നാണ് തബ്ലീഗ് പ്രവർത്തനം എന്ന അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെട്ടു. എന്നാൽ 40 ദിവസം ജമാഅത്തിൽ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സഹൃദരായ ചില സുഹൃത്തുക്കൾ ഞാൻ ജമാഅത്തിൽ പോയ കഥയറിഞ്ഞ് എന്റെ അടുക്കൽ വരികയും തബ്ലീഗ് നേതാക്കന്മാർ കള്ളപ്രവാചകന്മാർക്ക് സ്ഥാനം നൽകിയവരാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിന്റെ ഖാതമിയത്തിനെ ഇൻകാർ ചെയ്തവരാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മൻസൂബാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ പട്ടിയെയോ കഴുതയെയോ വേശ്യാപ്പെണ്ണിനെയോ വിഭജിക്കുന്നതിനെയോ ചിന്തിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എന്നവിടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നെല്ലാം പറയുണ്ടായി. ഇതെല്ലാം കേട്ടപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന് പറഞ്ഞതുപോലെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി ചെന്ന് ചേർന്നത് ഇത്രയും വലിയ അപകടത്തിലായോ എന്ന് ചിന്തിച്ച് മതി, നമുക്ക് നമ്മുടെ പൂർവികന്മാർ നടന്നതുപോലെ അഥവാ ഞാൻ മുമ്പ് കഴിഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞാൽ മതി, ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഗുണമായാലും ദോഷമായാലും ഇതെല്ലാം കൈവിട്ടേക്കാം എന്നെല്ലാം താൽക്കാലികമായി തോന്നി. അല്പസമയത്തിന് ശേഷം ഇൽഹാം എന്ന് തന്നെ പറയാം, അത് ശരിയല്ലല്ലോ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് യുക്തിക്ക് യോജിച്ചതല്ല, നമ്മുടെ ഇസ്ലാമിക സ്വഭാവത്തിനും യോജിച്ചതല്ല. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ തന്നെ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഫാസിഖായ ആരെങ്കിലും വന്ന് വല്ല കാര്യങ്ങളും പറഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് യഥാർത്ഥ വിവരം അറിയാതെ നിങ്ങളൊരു നടപടിയെടുക്കരുത്. ഇപ്പൊ ഈ വന്ന് പറഞ്ഞ ആൾക്കാർ ഫാസിഖ്യങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട്. അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിപരീതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരായും മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായുമാണ് ഇവരെ കണ്ടതെങ്കിൽ, അനുഭവപ്പെട്ടതെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മാത്രമല്ല, അള്ളാഹു നൽകിയ മുഴുവൻ കഴിവുകളും എന്തെല്ലാമാണോ വളരെ പരിമിതമായ നിലയിലാണെങ്കിലും ശരി, അത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരിൽ തിരിച്ചുവിടണമെന്നും ഉറച്ചു തീരുമാനിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യമായി പഠിക്കാൻ, ചോദിക്കാൻ എനിക്ക് അള്ളാഹു അവസരം ഒരുക്കി തന്നത് എന്റെ അമ്മാവനായ കോഴിക്കോട് ഖാദി നാലകത്ത് മുഹമ്മദ് സാഹിബ് അവരുകളിലൂടെയാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും ദേവബന്ധ ഉലമാക്കൾ ആരാണ്, അവർക്ക് സുന്നത്ത് ജമാഅത്തുമായുള്ള ബന്ധമെന്താണ്, അവരുടെ അഖീദ ഏത് രീതിയിലുള്ളതായിരുന്നു, നമുക്ക് അവരെ അംഗീകരിക്കാനോ അവരുമായി ബന്ധപ്പെടാനോ അവരെ ആദരിക്കാനോ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും മഹത്വം ഒരുമിച്ച് കൂട്ടിയാൽ ആ പറയപ്പെട്ട ദൈവബന്ധ ഉലമാക്കളുടെ കാലിന്റെ അടിയിൽ പറ്റിയ പൊടിയുടെ മഹത്വത്തോട് യോജിക്കുകയില്ല, അത്രയും എത്തുകയില്ല എന്ന് മഹാനവറുകൾ പറയണ്ടായി. മാത്രമല്ല, അവർ തസവൂഫിന്റെ വിഷയത്തിലും അഖീദയുടെ വിഷയത്തിലും അമീഖായ നിലയിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഉറുദു ഭാഷയിലുള്ള കഴിവിന്റെ അഭാവം കൊണ്ട് സാധിക്കാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഹസദും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അല്ലാഹു അലം. ഏതായാലും ഇവർ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം ആ മഹാന്മാർ പരിശുദ്ധരാണ് എന്ന് മഹാനവറുകൾ പറയണ്ടേ. അതിനുശേഷം വീണ്ടും ആ വിഷയത്തിൽ കൂടുതൽ ഗ്രാഹ്യത